ഈ ഒരു സംഭവം, ഈ ഒരു ചെറിയ സ്പീക്കർ എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രബിൾ ഷൂട്ട് ചെയ്യുമ്പോൾ. ഹായ് ഗായ്സ്, ഐശ്വര്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡെസ്ക്ടോപ്പ് വീണ്ടും റിപ്പയർ ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. ഇതും ഒരു പഠിക്കുന്ന കുട്ടിയുടെയാണ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10,000 രൂപയുടെ പി സി 10,000 രൂപയ്ക്ക് കിട്ടുന്ന പി സിന്ന്. അപ്പം ആ ഒരു വിഭാഗത്തിൽ പെടുന്ന ഒരു പി സിയാണ് ഇത്. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം. ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്തായിരുന്നു എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ, മൊത്തത്തിൽ ലൈൻസ് ഇങ്ങനെ വരുമായിരുന്നു. അപ്പം എന്നിട്ട് കമ്പ്യൂട്ടർ സ്റ്റക്കായി പോകും. അതായിരുന്നു ഇതിൻ്റെ ഇത്. നമുക്കിന്ന് അഴിച്ചു നോക്കാം. അഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കാം. ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് അത് ഓളിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് ഫോളോ ചെയ്യുക. കാരണം നമ്മൾ നിങ്ങളായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കംപ്ലീറ്റ് നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കൂടെയാണ് മിക്കവാറും ഉണ്ടാവാറുള്ളത്. ഗൈസ്, നമ്മുടെ 10,000 രൂപയുടെ പി സിക്ക് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആർക്കൊന്നും തോന്നില്ല. പക്ഷേ ഇത് മെയിനായിട്ട് അറിയാൻ പറ്റുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ കനം നമുക്ക് ഏതാണ്ടൊരു മാക്സിമം പോയ ഒരു 2-2.5 കിലോയ്ക്ക് മേലെ വരില്ല ഈ സി പി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് നിങ്ങൾക്ക് അറിയാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. 2 സ്ക്രൂ ഊരിയാൽ മതി. ശരിക്കും ക്യാബിനറ്റിന് തന്നെ തീരെ കനമില്ലാത്ത ക്യാബിനറ്റാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ 10,000 രൂപയുടെ പി സിക്കകത്തുള്ള സാധനങ്ങൾ. ഇത് ഫോക്സിൻ്റെ ഒരു SMPS ഉണ്ട്. എത്ര വാട്ട്സിൻ്റെ ആണെന്നുള്ളത് കറക്റ്റ് 5 വോൾട്ട് 30 ആംപിയർ, 3.3 വോൾട്ട് 22 ആംപിയർ, 12 വോൾട്ട് 24 ആംപിയർ, -12 വോൾട്ട് 0.8 ആംപിയർ, +5 3 ആംപിയർ, കോം റിട്ടേൺ, അങ്ങനെ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 400-450 വാട്ട്സിൻ്റെ അല്ല 500 വാട്ട്സിൻ്റെ SMPS ആണ് ഇത് വരുന്നത്. ഇത് നമ്മുടെ ബോർഡ് വരുന്നത് ASUSൻ്റെ H61M-K എന്ന് പറഞ്ഞ ബോർഡാണ്. H61 ബോർഡ് എന്ന് പറയും. അകത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വെറുതെ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ കൂടി ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ റാം ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ റാം അഴിച്ച് ക്ലീൻ ചെയ്യണവരുടെ അടുത്ത് പറയാനുള്ള സംഭവം ഇത്രേ ഉള്ളൂ. കുറച്ച് റബ്ബിങ് ആൽക്കഹോൾ എടുക്കുക. റബ്ബിങ് ആൽക്കഹോൾ എടുത്തിട്ട് അതിൻ്റെ സൈഡുകളൊന്ന് പതുക്കെ നൈസായിട്ട് ഒരു എന്താ പറയണേ, ഇയർബഡ്സിലൊന്ന് മുക്കിയിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തേക്കുക. ഹോട്ട് എയർ സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് ഇത് ജസ്റ്റ് എയർ മാക്സിമം സ്പീഡിൽ ഇട്ടിട്ട് ജസ്റ്റ് ഇതിൻ്റെ അകത്തെ പൊടിയൊന്ന് അടിച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒരു പണി ചെയ്യാം. നമ്മുടെ റാം ഒന്നും കൂടെ ഒന്ന് കൈകൊണ്ട് അമർത്തി തുടയ്ക്കാം. അതിനുശേഷം ഇവിടെ നമുക്ക് ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഡിം എയും ഡിം ബിയും സോക്കറ്റുകളുണ്ട്. കണ്ടോ ഇവിടെ ഡിം എ ഡിം ബി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഡിം എയിലാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത്. നമ്മുടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫുൾ സംഭവത്തിൻ്റെ ഈ സി പി യുൻ്റെ മൊത്തത്തിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് ഫുൾ കോസ്റ്റ് കട്ടിങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മുടെ കമ്പ്യൂട്ടറിനൊക്കെ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അറിയാനായിട്ട് ഇതിൻ്റെ കൂടെ ഒരു ചെറിയ സ്പീക്കർ ഇട്ട് വയ്ക്കും. അതായത് ബീപ്പ് എന്ന് പറഞ്ഞ് അടിക്കുന്ന സ്പീക്കർ വെക്കാറുണ്ട്. അത് സാധാരണ അത് ഇവിടെയാണ് കണക്ഷൻ കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു കമ്പ്യൂട്ടറിന് അങ്ങനൊരു ബീപ്പർ പോലും ഇല്ല. അത്രയും കോസ്റ്റ് കട്ടിങ്ങിലാണ് ഇവർ ചെയ്തു വെച്ചേക്കുന്നത്. ഗൈസ്, എന്താണ് ബീപ്പർ എന്നറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചേക്കുന്നതാണ്. ഇത് നമ്മുടെ നേരത്തെ ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്തിരുന്ന ഒരു എയ്സറിൻ്റെ സിസ്റ്റം അഴിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അതിലെ മദർ ബോർഡാണ്. അപ്പം ഇത് കണ്ടോ, ഈ ഒരു ചെറിയ സ്പീക്കർ ഉണ്ടോ, WT120S എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കണുണ്ടോ, ഇതിനാണ് ആ ബീപ്പർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ
ബസർ എന്നൊക്കെ നമ്മൾ പറയുന്ന സംഭവമാണിത്. അപ്പം ഈ ഒരു ചെറിയ സാധനം ഇതിനെത്ര 10 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. അതുപോലും ഇങ്ങനത്തെ ഈ ബോർഡിൽ ഇല്ല. സാധാരണ കമ്പ്യൂട്ടറുകളിൽ ഈ ക്യാബിനറ്റിൻ്റെ കൂടെയെങ്കിലും വയ്ക്കും. അപ്പം ഈ ഒരു ക്യാബിനറ്റിൻ്റെ കൂടെ അതും ഇല്ല. അപ്പോൾ ഇതാണ് ക്യാബിനറ്റിൻ്റെ ഫ്രണ്ട് വശം. ഈ ഒരു ക്യാബിനറ്റിന് അതും കൂടി ഇല്ല. അത്രയും കോസ്റ്റ് കട്ടിങ്ങിൽ ആണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പ്രോസർ എന്നൊക്കെ പറയുന്നത് ഒരു ജാതി പ്രോസറായിരിക്കും. ഒറിജിനൽ ആവണമെന്നൊന്നുമില്ല. അത് വല്ല ട്രേ പ്രോസറോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ എപ്പോഴും വരുന്നൊരു സംഭവമാണ് ഇങ്ങനെ കമ്പ്യൂട്ടറുകൾക്ക് ഇങ്ങനെ കംപ്ലയിൻറ്റ് വരാം. കാരണം ഈ ഈർപ്പം കൂടുതൽ നിന്ന് പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ ഇരിക്കുന്ന മുറിയിൽ ഈർപ്പമൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഇതേമാതിരി ഡാമേജ് വരാം. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇച്ചിരി അത്യാവശ്യം നല്ല വൃത്തിയാക്കി വെക്കുന്നത് ഒരു നല്ല കാര്യമായിരിക്കും. ഇതിപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ജസ്റ്റ് ഒന്ന് പൊടി തട്ടി എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്തെ കമ്പോണൻസ് എന്ന് പറയുന്നത് ആ കൂടെ ഇത്രയേ ഉള്ളൂ കേട്ടോ. കാണാനായിട്ട് യാതൊന്നുമില്ല. ഒരു SMPS ഉണ്ട്. നമ്മുടെ ഇൻ്റലിൻ്റെ ഡ്യുവൽ കോർ CPU എന്ന് പോകുന്നുണ്ട്. ഇത് ഓൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓണായെങ്കിൽ കാണിച്ചു തരാം. പിന്നെ ഒരു 2GB റാമാണ് കേട്ടോ. മെമ്മറി വരുന്നത് വെറും 2GB ഉള്ളൂ. ഉണ്ടോ, 2GB റാമാണ്. പിന്നെ വരുന്നത് 500GB എങ്ങാണ്ട് ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഹാർഡ് ഡിസ്കിൻ്റെ കണക്ക് എനിക്ക് അറിഞ്ഞൂടാ. C8 ആണെന്നാണ്, ചെറുതാണ്. ഓക്കെ. പിന്നെ ഒരു DVD റൈറ്ററും ഉണ്ട്. അപ്പോൾ ഇത്രയും ബെയർ മിനിമം കമ്പോണൻസ് വെച്ചിട്ടാണ് ഇത് ഓടിക്കുന്നത്. ഗ്രാഫിക്സ് കാർഡൊന്നുമില്ല, എല്ലാം ബിൽറ്റിനാണ്. അപ്പം ഇതിട്ടിട്ട് ഇപ്പോഴും ഇതിൻ്റെ, അതായത് ഇത് ക്ലീൻ ചെയ്തിട്ടിട്ടും ഇതിൻ്റെ ഇഷ്യൂ ശരിയായില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും ഗ്രാഫിക്സ് കാർഡ് അടിച്ചു പോയതാവാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ എന്തായാലും കീപ്പിംഗ് മൈ ഫിംഗേഴ്സ് ക്രോസ്ഡ്, നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് ബൂട്ട് ചെയ്ത് നോക്കാം. പൈസ ഇതിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചിരി വരും. ഇത് കണ്ടത് ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം വളഞ്ഞു തന്നെ ഉണ്ടോ. ഇത്ര ഉള്ളൂ ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ. അപ്പോൾ ഞാൻ ഒരു നമ്മുടെ പഴയ ഡിസ്പ്ലേ കുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പ്ലേ വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇവിടെ എങ്ങാനും കിടക്കുന്ന ബസർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മുടെ ക്യാബിനറ്റിലേക്ക് കൊടുക്കേണ്ടി വരും. കണ്ടോ, കറങ്ങാൻ ബുദ്ധിമുട്ട് കണ്ടോ. ഓക്കെ, ഡിസ്പ്ലേ ഇല്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമുക്ക് ശരിക്കും നമ്മുടെ സ്പീക്കറുകൾ വേണ്ടത്. ഇതാണ് നമ്മുടെ സ്പീക്കർ. ഇത് ഇവിടെ കിടന്നിരുന്ന വെച്ചൊരു പഴയ സ്പീക്കറാണ്. കണ്ടോ, നമുക്കതൊന്ന് കുത്തി നോക്കാം. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. സ്പീക്കറിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഇത് ഇവിടെയാണ്. ഇവിടെ ഇപ്പോൾ സ്പീക്കർ കുത്തുന്നത് ഇവിടെയാണ് കേട്ടോ. 4 പിന്നിൻ്റെ കണക്ടറാണ്. അപ്പോൾ അവിടെ നമുക്കൊന്ന് കുത്താം. ഞാനൊരു മണ്ടത്തരം കാണിച്ചു. ഞാൻ ഫ്രണ്ടിലെ പാനലിൻ്റെ കംപ്ലീറ്റ് സംഭവങ്ങൾ ഊരി. അപ്പോൾ ഇനിയിപ്പോൾ അത് രണ്ടാമത് തിരിച്ച് കുത്തണം. അപ്പോൾ ഞാൻ സ്പീക്കറും കുത്തി അതും കുത്തിയിട്ട് വരാം. നമ്മളപ്പോൾ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. ഒരു ബീപ്പ് കേട്ടായിരുന്നല്ലോ അല്ലേ. ഇപ്പോഴും ഡിസ്പ്ലേ ഒന്നുമില്ല. VGA സെലക്ട് ചെയ്തിട്ടുണ്ട്.
ബീപ്പേ ഇല്ല ഇപ്പം. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ട് വിൻഡോസ് നോർമലി വന്നിട്ടുണ്ട്. എന്തായാലും അത് ഓടട്ടെ. ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ പലതരത്തിലുള്ള ഓക്കെ ഇപ്പോഴും എറർ വരുന്നുണ്ട്. കാണിച്ചു തരാം. കണ്ടോ, ഓഫായിപ്പോയി. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ എറർ. കണ്ടോ, ഇതിങ്ങനെ ഫ്ലിക്കർ ചെയ്ത് വരും. അതിനുശേഷം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് CPU ഓഫ് ആവും. അപ്പോൾ ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമ്മുടെ എറർ വരുന്നത് ഒന്നില്ലെങ്കിൽ നമ്മുടെ മെമ്മറിക്കായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നത് ഗ്രാഫിക്സ് കാർഡിനായിരിക്കും. അപ്പോൾ ഗ്രാഫിക്സ് കാർഡ് സെറ്റ് ചെയ്ത് നോക്കാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, പക്ഷേ പകരം മെമ്മറി ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, മെമ്മറി നമുക്ക് ഇപ്പോൾ ഒരെണ്ണം ഇട്ട് നോക്കാം. ഇത് DDR3 ആണ്, 4GB ഉണ്ട്. നമുക്ക് ഇന്ന് ഇട്ട് നോക്കാം. ഇപ്പോൾ നമ്മുടെ മെമ്മറി ഒന്ന് ഊരിയിട്ട്, ഇത് നമ്മുടെ 2GB ആണ്, അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് 4GB ഒന്ന് ഇട്ട് നോക്കാം. ഫോർ GB ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് സിസ്റ്റം ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. കണ്ടോ, അസീസിൻ്റെ ഇത് വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് വിൻഡോസ് നോർമലി വന്നിട്ടുണ്ട്. കണ്ടോ, സ്റ്റാർട്ടിങ് വിൻഡോസ്. ഇനി എന്താവുന്നൊന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ഒരു വളരെ സന്തോഷകരമായ വാർത്തയുണ്ട്. നമുക്ക് ഈ കമ്പ്യൂട്ടർ അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റോളമായി. ഇപ്പം പ്രശ്നമൊന്നും ഇല്ലാണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് കാണാം. അപ്പം നേരത്തെ ഇത് ഓൾമോസ്റ്റ് ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും ആ ഒരു എറർ വന്നിട്ട് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്ത് വരുമായിരുന്നു. ഇപ്പം ഇത്ര നേരമായിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മെയിനായിട്ടുള്ള ഇഷ്യൂ റാമിൻ്റെ ആയിരുന്നു, അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പം ഇതാണ് നമ്മുടെ റാം. ഇത് ഈ ഹൈനിക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ റാമാണ്. ഈ ഹൈനിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ റാം മിക്കവാറും ഇങ്ങനെ എനിക്ക് പണി തരാറുണ്ട്. ഇപ്പം 3-ാമത്തെയോ 4-ാമത്തെയോ ഇൻസ്റ്റൻസ് ആണ് ഈ ഹൈനിക്സ് റാം വരുന്ന മെഷീൻ ഇതേമാതിരി കംപ്ലൈൻ്റ് ആയി വരുന്നത്. അപ്പോൾ ഈ റാം മാറ്റേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ 2GB ആണ്. അപ്പോൾ മിക്കവാറും നമ്മളൊരു 4GB അല്ലെങ്കിൽ 8GB ഇട്ടങ്ങോട്ട് കൊടുക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു എന്താണ് ഫിക്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ 4GB പുട്ടുമാതിരി ഇപ്പോൾ ഓടുന്നുണ്ട്, വലിയ ലാഗൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസ്ക്ടോപ്പ്. കണ്ട, കുഴപ്പമൊന്നുമില്ലാണ്ട് ഓടുന്നുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ നാളെ എന്തായാലും റാം പോയി പർച്ചേസ് ചെയ്തിട്ട് പുതിയ റാം ഇട്ടാൽ നമുക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കോസ്റ്റ് കട്ടിങ് വരുന്ന PC അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഒരു സ്പീക്കർ ഇല്ലാത്തതാണോ വലിയ കാര്യം എന്ന് പലരും ഇപ്പോൾ ചോദിച്ചേക്കാം. പക്ഷേ നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ഡയഗ്നോസ് ചെയ്യുമ്പോഴത്തേക്കും ഡിസ്പ്ലേ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് ആൾക്കൂടെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് സൗണ്ട് മാത്രമേ ഉള്ളൂ. അതിനാണ് ഈ സ്പീക്കർ ശരിക്കും വെച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഇതിൽ നിന്ന് റാം ഊരി കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് കേൾക്കാൻ പറ്റും. ഞാനിപ്പം പവർ ഓൺ ചെയ്യാൻ പോവാണ്. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എന്താ എറർ എന്നുള്ളത്. ഉണ്ടോ, ഈ ബീപ്പ് കോഡ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം റാം ഇല്ലാത്തതിൻ്റെയാണ്. ഓരോ മദർ ബോർഡുകൾക്കും ഓരോ ബീപ്പ് കോഡായിരിക്കും. ഇതൊരു ലോങ്ങും 2 ഷോർട്ടും ബീപ്പാണ് കേട്ടോ. പീപ്പ് പീപ്പ് പീപ്പ്. അപ്പോൾ അത് ഓരോ മാനുഫാക്ചറർക്കും ഓരോ ബോർഡിനും അത് സെപ്പറേറ്റ് ആയിരിക്കും, വ്യത്യാസമുള്ളതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു ചെറിയ സ്പീക്കർ എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രബിൾ ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പം ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എല്ലാവരുടെയും കമ്പ്യൂട്ടറിൽ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഈ ഒരു സ്പീക്കർ മേടിച്ച് വെച്ചേക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിന് കംപ്ലൈൻറ്റ് എന്നുള്ളത് അറിയാൻ പറ്റില്ല. ഇപ്പം ഞാനിത് തിരിച്ചിടുകയാണ്.
ഡിം എയിലാണ് ഇട്ടേക്കണേ. ഡിം എയിൽ ഞാനത് തിരിച്ചിട്ടു. അതിന് ശേഷം ഞാനിപ്പോൾ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കേട്ടോ ടിപ്പ് അതാണ് സക്സസ്ഫുള്ളായിട്ട് ബൂട്ട് ചെയ്യുമ്പോഴുള്ള കോഡ്. ഒറ്റ ബീപ്പ്. ഇവിടെ നമുക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വിൻഡോസ് ലോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഉണ്ടോ. അപ്പോൾ മെഷീൻ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് 4 GB റാം ഇട്ടപ്പോൾ തന്നെ. മാക്സിമം നിങ്ങൾ PC എടുക്കുമ്പോഴത്തേക്ക് ഇതേമാതിരി 10,000 രൂപയ്ക്കുള്ള PC, അങ്ങനെയുള്ള PCകൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്നറിയാണ്ട് നിങ്ങൾ PC എടുക്കാണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കമ്പ്യൂട്ടർ ഞാൻ എടുത്തത് Core i5 ആണ്, 8th Gen ആണെന്ന് തോന്നുന്നു. അതേമാതിരി 16 GB റാം ഉണ്ട്. അതേമാതിരി അന്ന് SSDക്ക് വളരെ വില കൂടുതലാണ്, NVMe SSDക്ക് വളരെ വില കൂടുതലാണ്. അപ്പം ഞാനും ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ SATA SSD മേടിച്ചു. അതായത് ജസ്റ്റ് ഹാർഡ് ഡിസ്കിൻ്റെ മാതിരി തന്നെയുള്ള ഒരു SSD മേടിച്ചു. എന്നിട്ട് തൽക്കാലത്തേക്ക് അത് കയറ്റുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കയ്യിൽ പൈസ വരുന്നതനുസരിച്ച് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പം നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ എടുക്കുമ്പോഴത്തേക്കും മാക്സിമം അത് അസംബിൾ ചെയ്യിച്ചെടുക്കാൻ നോക്കുക. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കസ്റ്റം പ്രൈസിന് നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഇതേമാതിരി ഇതുണ്ട്, ഈ ഹൈനിക്സ് എന്നൊക്കെ പറയുന്ന ബ്രാൻഡ്. ഇതിപ്പോൾ എനിക്ക് 3-4 തവണ പണി തന്നേക്കുന്ന റാമാണ്. അപ്പം ഫസ്റ്റ് തന്നെ എനിക്ക് തോന്നിയത് ഇത് പോയി എന്നുള്ളതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാവുന്നതാണ്. നമുക്ക് പറഞ്ഞുതരാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പിള്ളേരൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതേമാതിരി സിസ്റ്റം ഡൗൺ ആയി പിന്നെ മൊബൈൽ നോക്കി പഠിക്കുക അങ്ങനെയൊക്കെ ഉള്ളത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മാക്സിമം വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ ചോദിക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് റിപ്ലൈ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം മിക്കവാറും നമ്മുടെ ഫോണിൽ മണി അടിക്കുന്നതുകൊണ്ട് നമ്മളെടുത്ത് നോക്കും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോ ആർക്കെങ്കിലും സഹായകരമായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക. അതേമാതിരി ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് വിടുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അത് ഓളിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.